Dear students, today I want to discuss the Kerala Engineering previous year chapter-wise questions. Gravitation എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So we can move with 2020 questions. 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Two identical objects, each of mass 50 kilogram, are kept at a distance of separation 50 centimeter apart on a horizontal table. The net force at the midpoint of the line joining their centers is. So, നമുക്ക് രണ്ട് ഈക്വൽ മാസസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുക. That equal masses are separated by a distance. So that is here given as a point 50 centimeter. 50 centimeter, that is a 0.5 meter. രണ്ടിനും ഈക്വൽ മാസ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. They are placed on a horizontal table. The net gravitational force at the midpoint of the line joining centers. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡിൽ പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ മിഡിൽ പോയിന്റ് സേ ദിസ് ഈസ് ഫ്രം എക്സ് ഫ്രം ദിസ് വൺ, ദാറ്റ് മീൻസ് എക്സ് ഫ്രം ദിസ് ബോഡി. അപ്പോൾ നമുക്ക് അവിടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മാസ് സ്മോൾ എമ്മിനെ വെച്ചാൽ, അപ്പോൾ ഇത് ക്യാപിറ്റൽ എം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കേണ്ടതെങ്കിൽ അതിനെ ഫസ്റ്റായിട്ടും ഇതിനെ രണ്ടായിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം we have to find the gravitational force at the midpoint. അപ്പോൾ നമുക്ക് the force on M due to the first one നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം the gravitational force G into that small m capital M by the separation square. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്കറിയാം, പരസ്പരം അവരെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡയറക്ഷൻ ഈസ് ആക്ടിങ് ഇൻ ദിസ് വേ. അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ദ ഫോഴ്സ് ഓൺ എം ഡ്യൂ ടു ടു. രണ്ട് കേസസിൻ്റെയും വാല്യൂസ് സെയിം ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. പക്ഷെ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ വരുമ്പോൾ അവ പരസ്പരം അട്രാക്റ്റ് ചെയ്യുകയല്ലേ ചെയ്യൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടിൻ്റെയും വാല്യൂ ഈക്വലും ഓപ്പോസിറ്റുമാണ്, ദ ഫോഴ്സ് ഓൺ ദ മിഡിൽ പോയിന്റ്. അതുകൊണ്ട് തന്നെ ദ ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് വി ഗെറ്റ് ദ ആൻസർ ആസ് എ. So that's a good concept, but we have to assume mass M is placed at the middle, then only we can solve it. Number second question. 2020 തന്നെ ചോദിച്ച രണ്ടാമത്തെ question. The ratio of the weight of a body at a height of r/10 from the surface of Earth to that at a depth r/10 is. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് അനലൈസ് ചെയ്യാനുള്ളത്. നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് r/10 എന്ന് പറയുന്ന ഹൈറ്റിന് മുകളിലും, അപ്പോൾ h എന്ന് പറയുന്നത് r/10 ആവുകയാണ്. അതേപോലെ ഡെപ്ത് r/10, ദാറ്റ് ഈസ് d എന്ന് പറയുന്നത് r/10 ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ദ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ആൻഡ് അറ്റ് എ ഡെപ്ത്. അപ്പോൾ നമുക്കറിയാം ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് എങ്ങനെയാണ് നമ്മളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് G' എന്ന് പറയുന്നത് നമുക്കറിയാം ആസ് G0 ഇൻറ്റു, അപ്പോൾ G0 എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലെ ഗ്രാവിറ്റി ആണെങ്കിൽ വി നോ ദ റിലേഷൻ ആസ് 1 - 2h ഡിവിഷൻ ബൈ r. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് W' എന്ന് പറയുന്നത് യെസ്, നമുക്കതിനെ W1 എന്ന് നമുക്ക് കൊടുക്കാം. W1 എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓൺ ദ സർഫസ് ഇൻറ്റു 1 - 2/r ഇൻറ്റു ഇറ്റ് ഈസ് ഗിവൺ ദ ഹൈറ്റ് h as equal to r/10. So that is equal to W0 into 1 - r cancel I, it becomes 1/5. So that is equal to W0 into, that is 4/5. അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഡെപ്തുമായിട്ട് ബന്ധപ്പെട്ട വേരിയേഷൻ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കറിയാം ദാറ്റ് ജി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് വേരിയേഷൻ ഡ്യൂ ടു ഡെപ്ത് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 - d/r എന്നാണല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എം കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ രണ്ടാമത്തെ കേസ് W2 എന്ന് പറയുന്നത് വീണ്ടും സർഫസിലുള്ള വാല്യൂ ഇൻറ്റു 1 - 1/r ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് r/10 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് W0 ഇൻറ്റു that 10 - 1 that is a 9/10 ആയിട്ട് അത് മാറിയല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കേസസ് ആയിട്ട് നമുക്ക് രണ്ടിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓൾട്ടിറ്റ്യൂഡ് ബൈ ദാറ്റ് ഡെപ്ത് എന്നുള്ള സിറ്റുവേഷൻ വന്നാൽ ദാറ്റ് ഈസ് W0 ഇൻറ്റു 4/5 ആണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് W0 ഇൻറ്റു 9/10 എന്നാണ്. സോ W0 ക്യാൻസൽ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 10 2 ആയാൽ 8 ഡിവിഷൻ ബൈ 9. ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ ചോയ്സസ് ഇ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ വി ക്യാൻ മൂവ് വിത്ത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുക. ലുക്ക്, a spherically uniform planet of mass 8 into 10 to the power of 24 kilogram and radius 6 into 10 to the power of 6 meter is orbiting around the sun. The escape velocity for the planet is close to. അപ്പോൾ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ഫോർമുല ആസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു gm ഡിവിഷൻ ബൈ r. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും അതേപടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു ഇവിടെ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ 6.6 എടുക്കുന്നതിന് പകരം ഇവിടെ 6 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -11 ആണ്. മാസ് എന്ന് പറയുന്നത് 8 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 24 ആണ്. ദ ഡിവിഷൻ ബൈ ദറ്റ് റേഡിയസ് ഈസ് ഗിവൺ ആസ് 6 ടു ദ പവർ ഓഫ് 6 ആണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ദറ്റ് ബിക്കംസ് റൂട്ട് ഓഫ്, സോ നമ്മൾ റൂട്ട് കൂടെ എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 12,649 ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ 12.649 ഇൻറ്റു 10 to the power of 3 meter per second. That means we can write it to be 12.65 into 10 to the power of 3 of kilometer per second. So that is the escape velocity. We can move with the question number 4. Suppose two planets A and B revolved around a sun in the galaxy. The semi-major axes of A and B are 1 and 5 astronomical units. If the period of revolution of A is 1 year, the period of revolution of B is. അപ്പോൾ നമുക്ക് കെപ്ലേഴ്സിൻ്റെ മൂന്നാം നിയമം നമുക്ക് ഉപയോഗിച്ചാൽ നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് ഒരു പ്ലാനറ്റിൻ്റെത് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി ആസ് 3/2 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിൻ്റേതായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. TB/TA എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഈസ് RB ഡിവിഷൻ ബൈ that RA that much rise to 3/2. So that is equal to എന്താണ് നമ്മുടെ സെമി മേജർ ആക്സിസ് ഫോർ ദ സെക്കൻഡ് വൺ? ഇറ്റ് ഈസ് 5 astronomical unit. 5 astronomical unit. Why 1 astronomical unit? The raise to 3/2. So അതിന് നമുക്ക് 5 raise to 3 raise to 1/2 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ റഫ്ലി വി ഗെറ്റ് ദ വാല്യൂ ആസ് 125 raised to root
അപ്പോൾ റൂട്ട് 125 എന്ന് പറയുമ്പോൾ റഫ്ലി വി ഗെറ്റ് ദ വാല്യൂ as 11.18. So therefore the time period for the B planet is equal to TA times roughly 11 years. So that is equal to 1 into 11. So we get C as the choice for the problem. Number 5. Two planets A and B have the same average density. അപ്പോൾ density of A is given as is equal to density of B. The radii RA and RB are such that RA is to RB equal to 3:1. If GA and GB are the acceleration due to gravity at the surface of the planet, then GA is to GB. നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഇൻഫർമേഷൻ RA by RB, that is 3/1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് GA by GB. സോ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് GM ഡിവിഷൻ ബൈ R². സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നമ്മളത് ഡെൻസിറ്റിയുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു നമുക്ക് വോളിയമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ, സോ ഇവിടെ R² ആണ്, ഒരു R² R³ ക്യാൻസൽ ആയാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി സ്മോൾ g നമുക്ക് എങ്ങനെ എഴുതാം? 4/3 പൈ RD ഇൻറ്റു G. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ വേരിയബിളായിട്ട് നമുക്ക് റേഡിയസും ഡെൻസിറ്റിയും എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു R ഇൻറ്റു D. അപ്പോൾ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ GA by GB that take the value equal to RA by RB into DA by DB. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് രണ്ടിൻ്റെയും ഡെൻസിറ്റി നമുക്ക് സെയിം ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3:1 ആയിട്ട് നമുക്ക് പറയാം. A as the answer. So we can move with the question number 6. A satellite is orbiting the Earth in a circular orbit of radius r. Which one of the following statement is true? അപ്പോൾ ആ റേഡിയസ് ഉള്ള ഒരു കേസാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആങ്കുലർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, ഫ്രീക്വൻസി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്കറിയാം അറ്റ് ഫസ്റ്റ് സേ V0 നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് GM ഡിവിഷൻ ബൈ R ആണ് എന്നുള്ള ഫോർമുല നമുക്കറിയാം. ഇത് R എന്ന് പറയുന്നത് ഓർബിറ്റൽ റേഡിയസ് ആണെന്ന് വിചാരിക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ അറിയാം, ദാറ്റ് ഈസ് GMM ഡിവിഷൻ ബൈ 2R എന്ന് നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വി നോ ദാറ്റ് ഈസ് -GMM ഡിവിഷൻ ബൈ R. ടൈം പീരീഡ് നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π R ഡിവിഷൻ ബൈ ക്യാപിറ്റൽ R ഇൻറ്റു റൂട്ട് R ബൈ G. അപ്പം ഈ ടൈം പീരീഡ് അറിയാമെങ്കിൽ നമുക്കത് ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു റിലേഷനിൽ ഇവിടെ ഈ സ്മോൾ r എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓർബിറ്റൽ റേഡിയസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുക. പക്ഷേ ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഓർക്കണം നമ്മളുടെ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് അല്ലെങ്കിൽ എർത്തിൻ്റെ ഇതാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 1/t എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീക്വൻസി നമുക്ക് കിട്ടും എന്നുള്ള തരത്തിൽ ചിന്തിക്കുക. ആങ്കുലർ മൊമെൻറ്റം വരുമ്പോൾ നമ്മൾ ഓർക്കണം M×VR എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ നമുക്ക് ഫസ്റ്റ് ചോയ്സിലേക്കും വരാൻ പറ്റും. സോ വി ക്യാൻ ഗോ വിത്ത് ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ആങ്കുലർ മൊമെൻറ്റം വരുമ്പോൾ സോ ദാറ്റ് ഈസ് L ഈസ് പ്രൊപ്പോർഷണൽ ടു V. V എന്ന് പറയുമ്പോൾ റൂട്ട് R ആയിട്ട് നമുക്കറിയാം, വീണ്ടും ഒരു R പുറത്തുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു L പ്രൊപ്പോർഷണൽ ടു റൂട്ട് R ആയിട്ട് മാറും. അപ്പം അങ്ങനെ ഒരു ചോയ്സ് അല്ല നമുക്ക് തന്നിരിക്കുക.
വാട്ട് അബൌട്ട് ദ ലീനിയർ മൊമെൻറ്റം? അപ്പോൾ മാസ് ഇൻറ്റു ജസ്റ്റ് വെലോസിറ്റി തന്നെയാണ്. 1/√r പ്രൊപ്പോർഷണാലിറ്റി. അത് തെറ്റാണ്. ഫ്രീക്വൻസി വേരിയേഷൻ ഈസ് 1/r². അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരില്ല. കാരണം r√r, അപ്പോൾ r⁵3/2, 1/2 എന്നുള്ള 1 ദാറ്റ് വാല്യൂവിലേക്ക് മാറും. കൈനറ്റിക് എനർജി ആസ് 1/r. So that is the correct one. Proportional to 1/r, we can take D as the answer. ആ റെലവൻ്റ് റിലേഷൻസ് അറിഞ്ഞിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. എ കോമറ്റ് ഓർബിറ്റ്സ് എറൗണ്ട് ദ സൺ ഇൻ an elliptical orbit. Which of the following quantities remains constant during the course of its motion? അപ്പോൾ പ്ലാനറ്ററി മോഷൻ്റെ നമ്മുടെ കെപ്ലേഴ്സിൻ്റെ രണ്ടാം നിയമം എടുക്കുമ്പോൾ നമുക്കറിയാം ഏരിയൽ വെലോസിറ്റി സെറ്റ് ഔട്ട്, ദാറ്റ് ഈസ് dA/dt is equal to L division by 2m. അവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ദാറ്റ് ആങ്കുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് C as the answer for the 7th question. So we can move with the question number 8. Consider a satellite moving in a circular orbit of Earth. If K and V denote the kinetic energy and potential energy respectively, then how we can be relate? നമുക്കറിയാം സിമ്പിളായിട്ട് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് Gmm ഡിവിഷൻ ബൈ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2r ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -Gmm/r ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൗ വി ക്യാൻ റിലേറ്റ്? സോ ദ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഡബിൾ ഓഫ് കൈനറ്റിക് എനർജി. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. ദെയർഫോർ ഈ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 9. Assuming the mass of Earth to be 10 times the mass of Mars, its radius to be twice the radius of Mars, the acceleration due to gravity on the surface of Earth is 10, then the acceleration due to gravity on the surface of the Mars is. അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 10 ടൈംസ് ദ മാസ് ഓഫ് മൂൺ. റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 2 times of radius of moon. Then the gravity on the earth, that is given as 10 meter per second square. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ അറിയാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എ പ്ലാനറ്റ് ഹാവിങ് മാസ് m ഹാവിങ് റേഡിയസ് r എന്ന് പറയുന്നത് Gm/r². അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയബിൾ ബേസ് ചെയ്തിട്ട് രണ്ട് കേസസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ Gm/G ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യത്തെ വേരിയബിൾ മാസ് ആണ് അല്ലേ. അപ്പോൾ മാസ് ഓഫ് മാർസ് ബൈ മാസ് ഓഫ് എർത്ത് ഇൻറ്റു റേഡിയസിൻ്റെ വ്യത്യാസം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ റേഡിയസ് ഓഫ് മാർസ് സ്ക്വയർ ബൈ ദ റേഡിയസ് ഓഫ് എർത്ത് സ്ക്വയർ. അപ്പോൾ നമ്മൾ കൃത്യതയോടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 10 ടൈംസ് ഓഫ് മാസ് ഓഫ് മാർസ് ആണ്. റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 2 ടൈംസ് ഓഫ് റേഡിയസ് ഓഫ് മാർസ് ആണ്. സോ നമ്മൾ ആ വാല്യൂസ് നമ്മൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ RM/R² ക്യാൻസലാണ്. 2 സ്ക്വയർ ഇറ്റ് ബിക്കംസ് 4 ആണ് ബൈ 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 2/5. അപ്പോൾ നമുക്ക് Gmൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എർത്തിലെ വാല്യൂ ഇൻറ്റു 2/5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 2/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റഫ്ലി വി ഗെറ്റ് ദ ആൻസർ as 4 meter per second square. So we can say D as the answer for the problem. For the 10th question, the semi-major axis of orbit of Saturn is approximately 9 times that of Earth. അപ്പോൾ നമുക്ക് സെമി മേജർ ആക്സിസ് ഓഫ് സാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 9 times that for Earth. The time period of revolution of Saturn is approximately, നമുക്കറിയാം നമ്മുടെ കെപ്ലേഴ്സിൻ്റെ 3ാം നിയമം അനുസരിച്ച് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അപ്പോൾ ടൈം പീരീഡുമായിട്ട് നമുക്ക് രണ്ട് റിലേഷൻസ് എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി ഫോർ ദ സാറ്റേൺ ബൈ എർത്ത് ഇസ് ഈക്വൽ ടു സെമി മേജർ ആക്സിസ് ഓഫ് സാറ്റേൺ ബൈ എർത്ത് ദ ഹോൾ റൈസ് ടു 3/2. പക്ഷേ ഇവിടെ RS എന്ന് പറയുന്നത് 9 ടൈംസ് എന്നാണ് പറയുക.
So that division by the radius of earth raised to 3 by 2. ആറ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 റൈസ് ടു 3 by 2. 9 എന്ന് പറയുന്നത് നമുക്കിവിടെ 3 സ്ക്വയർ ആണ്. റൈസ് ടു 3 by 2. 2 to ക്യാൻസൽ, 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ദ ടൈം പീരീഡ് ഫോർ ദ സാറ്റേൺ എന്ന് പറയുന്നത് 27 times of the time period of earth, that is around the sun എന്ന് പറയുന്നത്, that is we know it is 1 year, so we can say that 27 years. B is the answer. Number 11. A body hanging from a massless spring stretches it by 3 cm on earth's surface. At a place 800 km above the earth's surface, the same body will stretch the spring by. അപ്പോൾ നമുക്ക് എർത്ത് സർഫസിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. mg1 ആണ് വെയിറ്റ് കാരണം ആണല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് k ഇൻറ്റു x1 എന്നെടുക്കാം. അപ്പോൾ നമുക്ക് h ഹൈറ്റ് മുകളിലുള്ള ഗ്രാവിറ്റി g2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സ്റ്റൻഷൻ x2 ആണെങ്കിൽ നമുക്ക് g2 by g1 എന്ന് പറയുന്നത് x2 by x1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് x2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ g2വിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് എച്ചിനനുസരിച്ചുള്ള ജിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് ഓർമ്മയിരിക്കണം. നമുക്കറിയാം അത് ജി എന്ന് പറയുന്നത് ജി ഡാഷ് എന്ന് പറയുന്നത് ജി എം ഡിവിഷൻ ബൈ ആർ സ്ക്വയർ ആണ്. അവിടെ സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ സർഫസ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം അവിടെ നിന്നൊരു ആറ് പുറത്തേക്ക് എടുത്താൽ അത് ആർ സ്ക്വയർ ഇൻറ്റു 1 + h ബൈ ആർ സ്ക്വയർ ആയിട്ട് മാറും. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗ്രാവിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ജി ഡാഷ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളുടെ g2 എന്ന് പറയുന്നത് ജി ഡിവിഷൻ ബൈ 1 + h ബൈ ആർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ എച്ച് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 800 കിലോമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 6400 ആണ്. ദാറ്റ് മച്ച് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ജി ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + that is yes 8, so 1 by 8 square, that is equal to g division by 8 plus 1 9 by 8 square. അപ്പോൾ 8 മേളിലോട്ട് പോകുമ്പോൾ g2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് g ഇൻറ്റു 64 ഡിവിഷൻ ബൈ 81 ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ x2 എന്ന് പറയുന്നത് g ഇൻറ്റു 64 ബൈ 81, അതാണ് നമുക്ക് g2 ബൈ g1 g തന്നെയാണ് ഇൻറ്റു x1. g ക്യാൻസൽ ആണ്. നമുക്ക് ഇവിടെ കൃത്യതയോടെ x1 നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. സോ 381 നമുക്ക് ഡിവൈഡ് ചെയ്യാം. വി ഗെറ്റ് ദ ആൻസർ ആസ് 64 ദാറ്റ് ഡിവിഷൻ ബൈ 27 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ബി എസ് ദി ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർക്കാം the extension we can relate with that weight, that is mg is equal to k into x1. The acceleration due to gravity on the earth's surface of the planet, on the surface of a planet is 1/4 of the value of earth. When a brass ball is brought to this planet, then what happened? നമുക്കറിയാം അത് റിലേറ്റ് ചെയ്യുന്നത് വെയ്റ്റിനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാവിറ്റി 1/4 ആകുമ്പോൾ ഉറപ്പായിട്ടും വെയ്റ്റ് ബിക്കം 1/4. നമ്പർ 13. ദ പോളാർ സാറ്റലൈറ്റ്സ്. പോളാർ സാറ്റലൈറ്റ്സ് ആർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സാറ്റലൈറ്റ്. അത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലുള്ള അറൗണ്ട് ഒരു 800 കിലോമീറ്റർ എവേ മാത്രമാണ്. ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷന് കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല, പക്ഷേ റിമോട്ട് സെൻസിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ദേ ആർ യൂസ്ഡ് ഫോർ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ്. നമ്പർ 14. എ സാറ്റലൈറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് of radius r in a circular orbit of radius 3r. The percentage increase in energy required to lift to an orbit of radius 5r.
അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഇത് എർത്താണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ നിന്ന് 3R റേഡിയസ് ഉള്ള പൊസിഷനിലാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് അവനെ ഇറ്റ് മസ്റ്റ് ബി റൈസ്ഡ് ടു നമുക്ക് 5R മാറ്റണം. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്, ഇത് സെക്കൻഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവന് കൈനറ്റിക് എനർജി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് GMM ഡിവിഷൻ ബൈ, ഇപ്പം ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് വാല്യൂ ഈസ് 2R. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് GMM ഡിവിഷൻ ബൈ R ആയിട്ട് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കോമൺ ആയിട്ട് GMM ബൈ R പുറത്തേക്ക് എടുത്താൽ ഹാഫ് -1 ആയിട്ട് വന്നാൽ -GMM ഡിവിഷൻ ബൈ 2R ആണ് നമ്മളുടെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എനർജി ഫോർ ദ ഫസ്റ്റ് വൺ ഇൻറ്റു 100%. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ E1 എന്ന് പറഞ്ഞ എനർജി ഇൻ ദ ഫസ്റ്റ് കേസ് എന്നാണ് മീനിങ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ E1ൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ഇവിടുത്തെ സ്മോൾ r എന്ന് പറയുന്നത് എത്രയായിട്ട് മാറുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3R ആണ്. അപ്പോൾ E2 എന്തായിട്ട് മാറും? ഇവിടെ പറയുന്നത് ആ റേഡിയസ് എന്ന് പറയുന്നത് 5 ടൈംസ് ഓഫ് R ആയിട്ട് മാറ്റുമെന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് E1 - E2/E1 ആണ്. അതിലെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം ക്യാൻസൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റഫ്ലി ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1/3 ആണ് അല്ലേ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ that is 1/3 minus 1/5 by 1/3, that much into 100%. So that is equal to 5 minus 3 as a 2/15, that division by 1/3, that much into 100%. So that is equal to 2/15 into 1/3. So that is equal to as a 2/5, that is equal to 0.4 into 100%. So we get the answer as 40%. So the percentage increase in energy required to lift radius 5R is our answer is 40%. D is the answer. So we can move with the question number 15. A body of mass m that is released from a height equal to the radius of R of the earth, the velocity with which it will strike the earth's surface. അപ്പോൾ എർത്ത് സർഫസിൽ നിന്ന് H എന്ന് പറയുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു ബോഡി ബോട്ടത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ എച്ചിലിരിക്കുന്ന ഒരു ബോഡിയുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫ്രം ദ സർഫസ് എന്ന് പറയുന്നത് നമുക്കറിയാം mgh ഡിവിഷൻ ബൈ 1 + h/r. അപ്പോൾ അത് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ദാറ്റ് മച്ച് പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി യൂസ്ഡ് ഫോർ വാട്ട്? ദാറ്റ് കൈനറ്റിക് എനർജി. വി ക്യാൻ ജസ്റ്റ് ക്യാൻസൽ mm. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് H എന്ന് പറയുന്നത് റേഡിയസ് കൺസെപ്റ്റിലാണ്. സോ ഇറ്റ് ബിക്കംസ് R/R. R/R ക്യാൻസൽ ആയിട്ട് മാറിയെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് GR ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു GR ബൈ 1 + 1, ദാറ്റ് ഈസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് V². 2 to cancel. That means velocity take the value as is equal to √GR. That means B is the answer for number 15. So dear students, മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതുവരെയുള്ള അനാലിസിസ് വരുമ്പോൾ ആ ചാപ്റ്റർ ആസ് എ ഹോൾ എല്ലാ പോയിന്റിൽ നിന്ന് കൃത്യതയോടെ അതിൻ്റെ പ്രാതിനിധ്യം വന്നതുകൊണ്ട് തന്നെ try to do maximum MCQs. Take care. God bless you.